അമ്മ നിന്നോട് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം മോളെ. കാരണം നാളെ നീ മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാ. ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കാൻ വേണ്ടി വന്ന പെൺകുട്ടി സ്വന്തം ബുദ്ധിശൂന്യത കാരണം കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കുന്നു മോളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നത്? കർത്താവിന്റെ വചനത്തെ സ്നേഹിച്ച് അവനെ അനുസരിച്ച് ഭയപ്പെട്ട് കീഴടങ്ങിയാണോ കുടുംബത്തെ നോക്കുന്നത്? പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കുടുംബങ്ങളുടെ അനുഗ്രഹത്തിനായും സുരക്ഷയ്ക്കായിട്ടും കുടുംബങ്ങളിൽ ഒരു ഉണർവുണ്ടാകണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ഈ പരിപാടി കർത്താവ് തന്നെ നടത്തുകയാണ്. ഇന്നത്തെ പരിപാടിയിൽ ബുദ്ധിശൂന്യയായ സ്ത്രീ എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. മാസങ്ങളോളം കഷ്ടപ്പെട്ടാലേ നല്ലൊരു വീട് പടുത്തുയർത്താൻ കഴിയൂ. പക്ഷേ ആ വീട് തകർത്ത് തരിപ്പണമാക്കാൻ മണിക്കൂറുകൾ മാത്രം മതി. അതേപോലെ നമ്മുടെ കുടുംബം എന്ന പൂന്തോട്ടത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ എന്നുള്ള സ്നേഹമുള്ള പൂന്തോട്ടമാക്കി മാറ്റാൻ സ്ത്രീകൾക്ക് മാത്രമേ സാധിക്കൂ. ഭർത്താവ് എത്രമാത്രം കഴിവുള്ളവനായാലും സമൂഹത്തിൽ നല്ല ആധിക്യമുണ്ടെങ്കിലും വീടിന്റെ ഉത്തരവാദിത്വം കർത്താവ് ഭാര്യയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. ഇന്ന് അനേകം സ്ത്രീകൾ തങ്ങളുടെ കോപം, പിടിവാശി, കീഴടങ്ങാതിരിക്കുക എന്നിവ കാരണം അനേകം കുടുംബങ്ങൾ നശിച്ചു പോകാൻ കാരണമായി തീരുന്നു. ഇന്ന് അങ്ങനെയുള്ള സ്ത്രീകൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ആദ്യമായി ഇപ്പോൾ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജ്യോതി ചേച്ചി എന്ന നാടകം കാണാം. എന്താ മോളെ ചർച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നേ? മനസ്സിനൊരു സുഖമില്ല അച്ഛാ. അതെന്താ മോളെ, എന്ത് പറ്റി നിനക്ക്? അമ്മയ്ക്ക് സുഖാണോ അച്ഛാ? അവക്ക് ഒരു കുഴപ്പമില്ല. നിനക്കെന്ത് പറ്റിയെന്ന് പറ. അമ്മയോട് സംസാരിക്കണമെന്നുണ്ട്. ഫോൺ ചെയ്തു തരുമോ? എന്റെ ഫോൺ ഞാൻ കാറിൽ വെച്ചു. എന്റെ ഫോണ് വീട്ടിൽ അമ്മയുടെ കയ്യിലാ മോളെ ഉള്ളത്. നിന്റെ മെസ്സേജ് കണ്ട ഉടനെ തന്നെ ഞാൻ പുറപ്പെട്ടു. അമ്മയുടെ മൊബൈലില് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് എന്റെ മൊബൈൽ അവള് ചോദിച്ചു, അതുകൊണ്ട് അവിടെ കൊടുത്തു. മൊബൈൽ കൊടുത്തിട്ട് വന്നെന്നോ? പാസ്വേഡ് ഇട്ടിട്ടുണ്ടാവല്ലോ. അതേ മോളെ, എന്റെ പാസ്വേഡ് അമ്മയ്ക്കും അമ്മയുടെ പാസ്വേഡ് എനിക്കും അറിയാം മോളെ. അപ്പോ നിങ്ങൾക്കിടയിൽ പ്രൈവസി? ഭാര്യയ്ക്കും ഭർത്താവിനും നടുക്ക് എന്തിനാ മോളെ പ്രൈവസി? അത് മറ്റുള്ളവർക്കല്ലേ. ഞങ്ങളങ്ങനെ കാര്യങ്ങൾ മറച്ചു വെച്ചാ അതൊരു നല്ല ജീവിതമല്ലല്ലോ. ഒരാളോട് മറ്റൊരാൾക്ക് സംശയം തോന്നിയാലേ പാസ്വേഡ് ഇടേണ്ട ആവശ്യമുള്ളൂ. ശരി, അത് വിട്ടേക്ക്. നിന്റെ പ്രശ്നം എന്താണെന്ന് പറ. ഇതാണച്ചാ എന്റെ പ്രശ്നം. ഏട്ടന്റെ മൊബൈലില് പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതെന്താ നിന്നോട് പറയത്തുമില്ല. എനിക്കെന്തോ സംശയം തോന്നുന്നച്ചാ. സംശയിക്കരുത് മോളെ, മനസ്സ് തുറന്ന് സംസാരിക്കേ, എല്ലാം ശരിയാകും. സോറി ഏട്ടാ. സോറി മാലതി. ഞാനല്ലേ സോറി പറയേണ്ടത്? ഞാൻ ഏട്ടനെ സംശയിച്ചില്ലേ? നീ സംശയിക്കുന്ന പോലെ ഞാനും അങ്ങനെ പെരുമാറിയല്ലേ. ഇനി ഞാൻ ഒരിക്കലും നീ അറിയാതെ മൊബൈലിലെ പാസ്വേഡ് മാറ്റുകയില്ല. സന്തോഷമായോ? ഒരുപാട് സന്തോഷമായി ഏട്ടാ.
ഇനി നമുക്കിടയിൽ യാതൊരു പ്രൈവസിയുടെ ആവശ്യമില്ല. അത് ശരിയാണ്. എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ കാര്യം? പറഞ്ഞു ഏട്ടാ. ഞാൻ മൊബൈലില് പാസ്വേഡ് ഇട്ടത് എത്ര വലിയ തെറ്റാണോ അതുപോലെ തന്നെയാണ് നീയും നിന്റെ മൊബൈലില് കൂടെ കൂടെ അമ്മയോട് സംസാരിക്കാറില്ലേ, അതും തെറ്റ് തന്നെയാണ്. അമ്മയോട് സംസാരിച്ച എങ്ങനെ ഏട്ടാ തെറ്റാവുക? അമ്മയോട് സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ഒരു പരിധിയൊക്കെ വേണ്ടേ? അളവിൽ കൂടുതലായാൽ അളവിൽ കൂടുതലായ അമ്മയും വിഷമാണെന്നാണോ പറയുന്നത്? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ അത് തന്നെയാ ഉദ്ദേശിച്ചത്. എന്റെ അമ്മയും വിഷം ഒന്നാണോ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പോ നീയാണ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നത്. പറയേണ്ടതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് കുറ്റം എന്റെ തലയിലിടുക. എന്തൊരു സ്വഭാവോ. ചപ്പാത്തി ഉണ്ടാക്കി അമ്മേ. അമ്മ എന്താ സൈഡ് ഡിഷ് ഉണ്ടാക്കിയേ? മാലതി, ഞാനും അതാ വാങ്ങാൻ പറഞ്ഞേ. മാലതി, എന്താ ഏട്ടാ? നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കയാ. ശരി, വാ പോകാം. നിങ്ങൾ പോയിക്കോ, ഞാൻ വരാം. അമ്മേ. ഏട്ടൻ ഇപ്പോഴാ വന്നത്. അറിയില്ലമ്മേ, എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല. ആരാ ഫോണില്? അമ്മയാ ഏട്ടാ. അച്ഛൻ വീട്ടിലെത്തിയോ അമ്മേ? എന്താ മോനെ, വീണ്ടും മാലതി നിന്നെ സംശയിക്കുന്നത് വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല അമ്മാവ. എന്തോ പറയണമെന്ന് തോന്നുന്നുണ്ട്. ധൈര്യമായിട്ട് പറ മോനെ. അമ്മാവ, ഞാൻ പറഞ്ഞത് തെറ്റായി കാണരുത്. മാലതി എപ്പോൾ നോക്കിയാലും അമ്മായിയോട് ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ അമ്മയോടോ? അതെ അമ്മാവ. ഞങ്ങളുടെ വീട്ടിൽ എന്ത് കാര്യം നടന്നാലും പറയും. മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ടിരിക്കും. നീ തന്നെ നേരിട്ട് അവളോട് പറയാമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു നോക്കി അമ്മാവ, പക്ഷെ അവൾ കേൾക്കണ്ടേ. അമ്മാവനൊന്ന് അമ്മായിയോടൊന്ന് സംസാരിച്ച് നോക്ക. ശരി മോനെ, ഞാൻ സംസാരിക്കാം. നിങ്ങൾക്ക് എന്നോട് വല്ല ദേഷ്യമുണ്ടോ? ഏയ്, എനിക്ക് ദേഷ്യമൊന്നുമില്ല. പിന്നെന്താ നിങ്ങൾ വല്ലാണ്ടിരിക്കുന്നെ? എത്രയോ കുടുംബങ്ങള് ഈ മൊബൈൽ കാരണം തകർന്നു പോയിട്ടുണ്ടെന്നറിയോ? നിങ്ങൾ വീണ്ടും അത് തന്നെ പറയാതെ. എനിക്ക് അമ്മയോട് മിണ്ടുമ്പോ കുറച്ച് സന്തോഷം കിട്ടും. അത് നിങ്ങൾക്ക് സഹിക്കുന്നില്ല അല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളൊന്നും പറയണ്ട. മാർക്കറ്റിൽ പോകാൻ റെഡിയാവ്, ഞാൻ വരാം. ഏട്ടൻ വിളിച്ചിരുന്നോ? ആരോട് സംസാരിക്കുന്നേ? അമ്മയോടാ സംസാരിക്കുന്ന. പറയമ്മേ. പിന്നെന്തൊക്കെ പറഞ്ഞു? നിങ്ങൾ അച്ഛനെ കണ്ടിരുന്നോ? അച്ഛനോട് നിങ്ങൾ എന്താ പറഞ്ഞേ? മാലതി, എന്ത് പണിയാ നിങ്ങൾ കാണിച്ചേ? ഞാൻ കണ്ടവന്മാരോടാണോ സംസാരിക്കുന്നേ? എന്റെ അമ്മയോടല്ലേ സംസാരിച്ചത്? അതിനെന്തിനാ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നേ? നീ ഒരു പരിധി വെച്ച് സംസാരിച്ച കുഴപ്പമില്ല. ഇതെപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കല്ലേ? നമ്മുടെ വീട്ടില് ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട് നിന്റെ ഫോൺ വിളിയും ഒരു കാരണം തന്നെയാണ്. ഓ, അപ്പൊ എന്റെ അമ്മ എന്തൊക്കെയോ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാ നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുന്നല്ലേ പറയുന്നേ? മാലതി, ഞാൻ അങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്. നീ എന്തിനാ എങ്ങനെയെല്ലാം തെറ്റായിട്ട് കാണുന്നത്? ഞാൻ തെറ്റായിട്ട് കാണുന്നെന്നോ? നിങ്ങൾ അങ്ങനല്ലേ പറയൂ. എന്റെ അമ്മയെ നിങ്ങളല്ലേ തെറ്റായിട്ട് കാണുന്നത്? എന്റെ അമ്മ നിങ്ങളെ അങ്ങനെയാണോ കണ്ടത്? എന്റെ അമ്മയ്ക്ക് എത്ര വിഷമായിട്ടുണ്ടാവുമെന്നറിയോ? മാലതി, നീ അതിന് വിട്ട് സംസാരിക്കുന്നുണ്ട്. എന്റെ ക്ഷമയെ വെറുതെ പരീക്ഷിക്കരുത്. അങ്ങനെ ചെയ്താ എന്ത് ചെയ്യും നിങ്ങള്? എന്നെ അടിക്കും, അത്രല്ലേ ഉള്ളൂ. അതെപ്പോഴും ഉള്ളതല്ലേ നിങ്ങൾക്ക്? മാലതി, നീ മിണ്ടായിരിക്കേ. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ പ്രധാനമാണെങ്കിൽ എനിക്ക് എന്റെ അമ്മയും പ്രധാനമാണ്. ഞാൻ എന്ത് പറഞ്ഞ നീ ഇപ്പൊ ഇങ്ങനെ ഉറഞ്ഞുകൊള്ളുന്നത്? ആരാ? നിന്റെ അമ്മയാണോ? സംസാരിക്കേ, ചെല്ലേ.
അമ്മേ എന്തോ ആലോചിക്കുന്നേ? ആ സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു എന്ന് കർത്താവ് പറയുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ബുദ്ധിയുള്ള സ്ത്രീയോ എന്ന് വെച്ചാ എന്താ അമ്മേ? അമ്മ മോളോട് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം മോളെ. ഉം, കാരണം നാളെ നീ വേറൊരു വീട്ടിലേക്ക് പോയി ജീവിക്കേണ്ടവളാ. ഉം. ബുദ്ധിശൂന്യതയോടെ ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യം വീടിനെ, അതായത് കുടുംബത്തെ തന്നെ നശിപ്പിക്കും മോളെ. ബുദ്ധിശൂന്യമായ കാര്യം എന്ന് വെച്ചാ എന്താ അമ്മേ? ഭർത്താവിനെ അനുസരിക്കാതെ, കീഴടങ്ങാതെ, ധിക്കരിച്ച് എതിർത്ത് സംസാരിക്കുന്നത്, എന്ത് കാര്യത്തിനായാലും വഴക്കുണ്ടാക്കുന്നത്, വിട്ടുവീഴ്ച ചെയ്യാതെ പിടിവാശി കാണിക്കുന്നത്, അമ്മായിയമ്മയും അമ്മായിയച്ഛനെയും ശത്രുവായി കാണുന്നത്. ഒന്നൂടെ പറയുകയാണെങ്കിൽ പ്രാർത്ഥിക്കാതെയും വേദപുസ്തകം വായിക്കാതെയൊക്കെ ഇരിക്കുന്നത് ബുദ്ധിശൂന്യതയാണ് മോളെ. നീ ഒരിക്കലും കുടുംബത്തിന്റെ ഐക്യത നഷ്ടപ്പെടുന്ന വിധത്തിൽ പെരുമാറരുത് മോളെ. ഐക്യതയില്ലാതെ പിരിഞ്ഞ കുടുംബം നിലനിൽക്കുകയില്ലെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ? ഉം, ഒരു പെൺകുട്ടിയെ കർത്താവ് കുടുംബത്തിലേക്ക് അയക്കുന്നത് ആ കുടുംബത്തെ പടുത്തുയർത്താൻ വേണ്ടിയാണെന്നുള്ളത് ആ പെൺകുട്ടി മനസ്സിലാക്കിയിരിക്കണം മോളെ. ഉം. അമ്മ ധാരാളം കുടുംബങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കാൻ വേണ്ടി വന്ന പെൺകുട്ടി സ്വന്തം ബുദ്ധിശൂന്യത കാരണം കുടുംബത്തെ തന്നെ തകർത്ത് തരിപ്പണമാക്കുന്നു മോളെ. പിന്നീട് കരഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനം? അമ്മയുടെ ഈ ഉപദേശം മുറുകെ പിടിക്കണം മോളെ. ഉം, ശരി അമ്മേ. നിങ്ങളെല്ലാരും ജ്യോതിച്ചേച്ചി എന്ന നാടകം കണ്ടില്ലേ? ഭർത്താവ് താൻ ചെയ്ത തെറ്റിനു വേണ്ടി പശ്ചാത്തപിച്ചപ്പോൾ ഭാര്യ ദേഷ്യപ്പെട്ട് കുടുംബ സമാധാനം തന്നെ നഷ്ടപ്പെടുത്തിയത് നിങ്ങൾ കണ്ടില്ലേ? ഇതേപോലെ സ്ത്രീകളായ നമ്മളും കുടുംബത്തിന്റെ സമാധാനം നശിച്ചു പോകാൻ കാരണമായിരിക്കാൻ പാടില്ല. വിട്ടുവീഴ്ച ചെയ്യുന്നതും ക്ഷമിക്കുന്നതും കുടുംബജീവിതത്തിൽ പ്രധാനമാണ്. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കുവാൻ സഹോദരി വസന്തി പോൾ അവർകൾ തയ്യാറായിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളിൽ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടു വരുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കർത്താവ് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അനേകം പേർ പറയുന്ന സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങൾ അറിയുന്നുണ്ട്. ഇന്ന് ഈ ദിവസവും കർത്താവ് നമ്മോട് സംസാരിക്കണം. ഇന്ന് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താണ്? നമ്മുടെ കുടുംബങ്ങൾ ക്രിസ്തുവിൽ നിർമ്മിക്കപ്പെടുന്നതിനായി നാം എന്താണ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചാണ് നാം ധ്യാനിക്കാൻ പോകുന്നത്. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 1-ാം വചനം ഇങ്ങനെ പറയുന്നു: സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കിപ്പോ ഒരു വീട് പണിയണമെങ്കിൽ ചില വർഷങ്ങൾ എടുത്തേക്കാം. പക്ഷേ അതേ വീട് പൊളിച്ചു കളയണമെങ്കിലോ അതിന് ക്ഷണനേരം മതിയാകും. നിങ്ങൾക്കറിയാം, 2014 ചെന്നൈയിലുള്ള മൗലിവാക്കം എന്ന സ്ഥലത്ത് 2 അപ്പാർട്ട്മെന്റുകൾ നിർമ്മിക്കപ്പെട്ടു. അതിൽ ഒരെണ്ണം പെട്ടെന്ന് തകർന്നു വീണ് 61 പേരിലധികം മരിച്ചുപോയി. അതുകൊണ്ട് സർക്കാർ ഒരു തീരുമാനം എടുത്തു. കോർട്ടും കേസും ഒക്കെ ആയി. അതുകൊണ്ട് അടുത്ത ബിൽഡിംഗ് കൂടെ ഇടിക്കണമെന്ന് പറഞ്ഞ് അത് ഇടിച്ചു കളയാൻ വേണ്ടി അവർ ഒരുപാട് പരിശ്രമിച്ചു. ചില നിമിഷങ്ങൾക്കകം 11 നിലയുണ്ടായിരുന്ന ഒരു കെട്ടിടം തകർന്ന് തരിപ്പണമായി മണ്ണിനടിയിൽ പോയി. കെട്ടിടം പണിയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, തകർത്തു കളയുന്നത് വളരെ എളുപ്പവും. അതായത് ചില നിമിഷങ്ങൾക്കകം തന്നെ അത്രയും വലിയ ബിൽഡിംഗ് ഇടിച്ചു കളയുന്നു. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തെയും പണിയുന്നതിന് ബുദ്ധി വേണം. ബുദ്ധിയില്ലാത്തവളാണെങ്കിൽ തന്റെ കൈകൾ കൊണ്ട് തന്നെ തന്റെ കുടുംബത്തെ നശിപ്പിച്ചു കളയുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്.
വീട് പണിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവും മക്കളും അതുപോലെ കുടുംബ ബന്ധങ്ങളും എല്ലാം ചേർന്ന് എല്ലാവരും ഒന്നിച്ച് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്ത് ഇങ്ങനെയൊരു കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്കേ ചെയ്യാൻ സാധിക്കൂ. ആ ഉത്തരവാദിത്വം കർത്താവ് സ്ത്രീകളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു കുടുംബം പണിതെടുക്കുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വമുള്ളതാണ്. കുടുംബത്തിൽ ഭർത്താവും മക്കളും അമ്മായിയമ്മയും അമ്മായിയപ്പനും മറ്റുള്ള ബന്ധുക്കളും എല്ലാവരോടും അനുസരണയോടുകൂടി എല്ലാവരും പറയുന്നത് അനുസരിച്ചുകൊണ്ട് കുടുംബത്തെ പടുത്തുയർത്തുക എന്ന വലിയൊരു ഉത്തരവാദിത്വം ദൈവം സ്ത്രീകളായ നമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കിയാൽ അനേകം കുടുംബങ്ങളിൽ അവരുടെ കുടുംബങ്ങൾ പണിയുന്നതിന് പകരം കുടുംബങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ തങ്ങളുടെ അജ്ഞാനം കൊണ്ട്, അവരുടെ ബുദ്ധിശൂന്യത കാരണം, ജ്ഞാനമില്ലാത്ത കാര്യങ്ങൾ കാരണം കുറേശ്ശെയായി കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയാൽ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കാരണം കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സദൃശവാക്യങ്ങൾ 9-ാം അധ്യായം 13-ാം വചനം ഇങ്ങനെ പറയുന്നു: ഭോഷത്വമായവൾ മോഹപരവശയായിരിക്കുന്നു, അവൾ ബുദ്ധിഹീന തന്നെ, ഒന്നും അറിയുന്നതുമില്ല എന്ന്. അതായത് കഠിനമായ വാക്കുകൾ, ധിക്കരിച്ച് സംസാരിക്കുന്നത്. അയ്യോ, നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നവരെന്ത് വിചാരിക്കും, അവരുടെ ജീവിതം എന്താകും എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. കഠിനമായി ധിക്കരിച്ച് സംസാരിക്കുന്നു, അല്പം പോലും ആലോചിച്ചു നോക്കുന്നില്ല. ഇതിനൊക്കെ കാരണം ബുദ്ധിശൂന്യതയാണ്. കുടുംബങ്ങൾ, ഇന്ന് അനേകം കുടുംബങ്ങൾ നശിച്ചു പോകുന്നതിന് കാരണം സ്ത്രീകളായ നമ്മുടെ സംസാര രീതിയാണ്. അതായത് ജ്ഞാനമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ എത്രയോ കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, നമ്മുടെ എല്ലാം വാക്കുകൾ, നമ്മുടെ കോപം കാരണം എത്ര കുടുംബങ്ങളാണ് ഇന്ന് നടുത്തെരുവിലുള്ളതെന്നറിയാമോ? അതുമാത്രമല്ല, വല്ലാത്ത പിടിവാശി. ഇത്തരത്തിലുള്ള പിടിവാശി കൊണ്ട് എത്ര പേരാണ് തങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയാമോ? അതുമാത്രമല്ല, ഭർത്താവിന് കീഴടങ്ങുന്നേയില്ല. എഫേസ്യർ 5:22, 1 പത്രോസ് 3:1 എന്താ പറയുന്നത്? ഭർത്താവിന് കീഴടങ്ങിയിരിപ്പിൻ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ എന്നാണ് പറയുന്നത്. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ എത്രയോ സ്ത്രീകൾ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ഇന്ന് നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതാണ്? നിങ്ങളുടെ ബുദ്ധിശൂന്യത കാരണം, ജ്ഞാനമില്ലാത്തത് കാരണം കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ നല്ല ജ്ഞാനത്തോടുകൂടി നിങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും കുടുംബത്തെയും ചേർത്ത് പിടിച്ച് കുടുംബത്തെ പണിതുകൊണ്ടിരിക്കുകയാണോ എന്ന് ആലോചിക്കൂ. അതുപോലെ ഭർത്താവിന്റെ വീട്ടിൽ എന്തൊക്കെ നടന്നാലും, അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിൽ പോലും ഉടനെ അമ്മയെ വിളിച്ച് അത് പറയുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഇങ്ങനെ ജീവിച്ചു, അങ്ങനെ ജീവിച്ചു എന്നൊക്കെ പറഞ്ഞ് അവളുടെ വീടിനെക്കുറിച്ച് ഉയർത്തി പറയുന്നത്. ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ പല സ്ത്രീകളും ചെയ്യുന്നത് കൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു നല്ല ബന്ധമില്ലാതെ കുടുംബം തകർന്നു പോകുന്നത്. എന്ത് കാര്യമാണെങ്കിലും ഉടനെ അമ്മയെ വിളിച്ചു പറയരുത്. നിങ്ങളുടേത് വേറെ കുടുംബമാണ്. നിങ്ങളുടെ ഭർത്താവ്, മക്കൾ, ഇത് വേറെ കുടുംബമാണ്. ഇവിടെ എന്ത് നടന്നാലും അത് അപ്ഡേറ്റ് ചെയ്യരുത്. അവരുടേത് ഇപ്പോൾ വേറെ കുടുംബമാണ്, നിങ്ങളുടേത് വേറെ കുടുംബമാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാൻ ശീലിക്കണം. മറിയയെക്കുറിച്ച് എന്താണ് വായിക്കുന്നത്? മറിയ ഇത്തരം കാര്യങ്ങളെല്ലാം തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു എന്നാണ് ബൈബിളിൽ പറയുന്നത്. അതുകൊണ്ട് സ്ത്രീകളായ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാൻ പഠിക്കേണ്ടതാണ്. എല്ലാം പെട്ടെന്ന് അമ്മയോട് ചെന്ന് പറയുന്നത്. അവർ നിങ്ങളുടെ അമ്മയായിരിക്കാം, നിങ്ങളെ പ്രസവിച്ച അമ്മയാണ്, അപ്പനാണ്. ഒരുപക്ഷെ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ, അല്ലെങ്കിൽ അമ്മായി എന്തോ പറഞ്ഞു. ഉടനെ അത് അമ്മയോട് പറഞ്ഞാൽ അയ്യോ എന്റെ മോള് കഷ്ടപ്പെടുന്നു എന്ന് അവര് വിചാരിക്കും. അതുകൊണ്ട് തന്നെ നീ അവിടെയൊന്നും ജീവിക്കണ്ട, ഇങ്ങി വന്നേക്കേ എന്ന് പറഞ്ഞ് എത്രയോ മാതാപിതാക്കൾ മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെയാണ് കുടുംബങ്ങൾ തകർന്നു പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കാണപ്പെടുന്ന ഇത്തരം ദുസ്വഭാവങ്ങളാണ്, ജ്ഞാനമില്ലാതെ നമ്മൾ ചെയ്യുന്ന ഇത്തരം സ്വഭാവങ്ങളാണ് കുടുംബങ്ങൾ വേർപിരിഞ്ഞു പോകാനും കുടുംബങ്ങൾ തകർന്നു പോകാനും കാരണമായി തീരുന്നത്. എത്ര പേരാണ് ഇത്തരം പ്രശ്നങ്ങളിൽ കുടുങ്ങി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ആലോചിച്ചു നോക്കൂ. ഇതിനെല്ലാം കാരണം എന്താണെന്ന് നമ്മൾ ആലോചിച്ചാൽ, യഹോവയെ ഭയപ്പെടുന്ന ആ ഭയം നമ്മുടെ ഉള്ളിലില്ലാത്തതാണ്. നിങ്ങൾ യഹോവയ്ക്ക് ഭയന്നാൽ തന്നെ നമ്മൾ തിന്മയെ വിട്ടകലും, ദോഷത്തെ വിട്ടകലും. ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ വിവേകത്തോടെ പിന്മാറാനായി ശ്രമിക്കും. ജ്ഞാനമില്ലാതെ ഇതൊക്കെ ചെയ്യാൻ കാരണം പ്രാർത്ഥനയില്ല, ജീവിതത്തിൽ വേദവചനങ്ങൾ വായിക്കുന്നില്ല, കർത്താവിന്റെ വചനത്തിന് കീഴടങ്ങുന്നില്ല. എത്രയോ സത്യങ്ങൾ ബൈബിളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ അടുത്ത കാലത്തായി നമ്മുടെ സഹോദരൻ മോഹൻ സി ലാസറസ് അവർകൾ പ്രാർത്ഥിക്കാൻ വരൂ എന്ന പരിപാടിയിൽ സന്തോഷമുള്ള കുടുംബം എന്ന തലക്കെട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഉപദേശം നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള സത്യങ്ങൾ നിങ്ങൾ കേൾക്കണം. കേട്ട് നിങ്ങൾ മാറാനായി ശ്രമിക്കണം. അതുപോലെ പ്രാർത്ഥനയില്ലെങ്കിൽ, യഹോവ ഭയമില്ലെങ്കിൽ, കർത്താവിന്റെ വചനം വായിച്ച് അതിന് കീഴടങ്ങിയില്ലെങ്കിൽ ഇതുപോലെയുള്ള ബുദ്ധിശൂന്യമായ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ജ്ഞാനമില്ലാത്തവരായി കുടുംബങ്ങളെ തകർക്കുന്നവരായി നാം ജീവിക്കുന്നതാണ്. അതുകൊണ്ട്
കർത്താവിനെ ഭയപ്പെടുന്ന ഭയം നമ്മുടെ ഉള്ളിലുണ്ടാവണം. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ എങ്ങനെയുള്ളവരാണ്? കർത്താവിന്റെ വചനത്തെ സ്നേഹിച്ച് യഹോവ ഭയത്തോടുകൂടി അവന് കീഴടങ്ങി കുടുംബത്തെ പണിയുന്നുണ്ടോ? ജ്ഞാനമില്ലാത്തതിനാൽ, അതുപോലെ ബുദ്ധിശൂന്യതയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ, ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ച്, മക്കളെ നിങ്ങൾ വെറുക്കാതെ, വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാതെ, ഭർത്താവുമായി വഴക്കുകൂടാതെ ബന്ധങ്ങളെ നിങ്ങൾ ചേർത്തു പിടിക്കുന്നുണ്ടോ? ഒരു കാര്യം പറയാം. കർത്താവിന്റെ വചനം പറയുന്നു, എഫേസ്യർ 5-ാം അധ്യായം 15-17 വചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. 17-ാം വചനം, നിങ്ങൾ ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ബുദ്ധിഹീനനായിരിക്കാൻ പാടില്ല, ജ്ഞാനമില്ലാതിരിക്കരുത്, ബുദ്ധിശൂന്യരായിരിക്കരുത്. നമുക്കൊരുപക്ഷെ അതിൽ പോരായ്മയുണ്ടെങ്കിൽ, ഒരുപക്ഷെ കഴിഞ്ഞ കാലത്ത് നമ്മുടെ ബുദ്ധിശൂന്യതയാൽ കുടുംബത്തെ നഷ്ടപ്പെട്ട് നിങ്ങൾ ഒരുപക്ഷെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇന്ന് കർത്താവ് നിങ്ങളോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, കുടുംബം നൽകിയത് കർത്താവാണ്. നിങ്ങൾക്ക് ഭർത്താവിനെ തന്ന്, മക്കളെ തന്ന്, ബന്ധങ്ങളെ തന്ന് നിങ്ങളെ കുടുംബമാക്കിയത് കർത്താവാണ്. ഒരുപക്ഷെ വിവേകമില്ലാതെ, ബുദ്ധിയില്ലാതെ, ജ്ഞാനമില്ലാതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇന്ന് കർത്താവ് നിങ്ങളോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിനോട് മുട്ടിപ്പായി അപേക്ഷിക്കുവിൻ. എനിക്ക് വിവരമില്ലല്ലോ, ഞാൻ ബുദ്ധിയില്ലാതെ സംസാരിച്ചു പോയി, അയ്യോ ജ്ഞാനമില്ലാതെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ഇന്ന് വേർപിരിഞ്ഞു പോയില്ലേ, എന്റെ മക്കളും ഞാനും പിരിഞ്ഞു പോയില്ലേ, ഭർത്താവും ഞാനും പിരിഞ്ഞു പോയില്ലേ, കുടുംബത്തിൽ എത്രയോ പ്രശ്നങ്ങൾ, എന്റെ ആഡംബര ചെലവുകൾ കാരണം, പാഴ്ചെലവുകൾ കാരണം എന്റെ കുടുംബം ഇന്ന് കടത്തിൽ മുങ്ങി ജീവിക്കുകയാണല്ലോ. അയ്യോ, എന്റെ കുടുംബത്തിൽ പോരാട്ടവും പ്രശ്നങ്ങളും. സംസാരിക്കരുതെന്ന് വിചാരിച്ചാലും ഞാൻ സംസാരിച്ചു പോകുന്നുവല്ലോ. ഇങ്ങനെയൊക്കെ വിചാരിച്ച് വിഷമിക്കുകയാണോ? എത്ര പേരാണ് ഇന്നിങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ ഭർത്താവ് എന്തു പറഞ്ഞാലും മിണ്ടരുത്, ശാന്തതയോടെ ഇരിക്കണമെന്ന് വിചാരിച്ചാലും നടക്കുന്നില്ല. അറിയാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അത് കാരണം കുടുംബത്തിൽ പോരാട്ടവും പ്രശ്നവുമാണ്. ഇങ്ങനെ നിങ്ങൾ ദുഃഖിക്കുകയാണോ? കർത്താവിന് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. കർത്താവിനോട് ജ്ഞാനത്തിനായി അപേക്ഷിക്കുകയും അവനത് നൽകും. നിങ്ങൾ ചോദിച്ചാൽ ഇന്ന് ഒരു തെളിഞ്ഞ ബുദ്ധി കർത്താവ് നിങ്ങൾക്ക് നൽകും. നമുക്ക് ചോദിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രിയപ്പെട്ട ഈ കുടുംബത്തിലെ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സഹോദരിമാർക്കായി ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ. അവരോടൊപ്പം ചേർന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അയ്യോ, എന്റെ ജ്ഞാനമില്ലാത്ത വാക്കുകളാൽ കുടുംബം തകർന്നു പോയല്ലോ എന്ന് ദുഃഖിച്ച് ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ അങ്ങ് നോക്കിയിടണം യേശുവേ. ഹൃദയം തകർന്നു പോയവരായി, അയ്യോ ഞാനാണല്ലോ കുടുംബത്തെ നശിപ്പിച്ചത്, അയ്യോ ഞാൻ കാരണമല്ലേ, എന്റെ ബുദ്ധിശൂന്യത കാരണമല്ലേ ഇന്ന് ഈ കുടുംബം ഈ ഗതിയിലായത് എന്ന്, കടബാധ്യതയും പ്രശ്നവും കാരണം തകരുന്നല്ലോ എന്ന് പറഞ്ഞ് ആരൊക്കെയാണോ ആത്മാർത്ഥമായി അങ്ങയോട് ചോദിച്ച് കരയുന്നത്, ആ കുടുംബത്തോടെല്ലാം എന്റെ ദൈവമായ കർത്താവ് കൃപ കാണിക്കണമേ. അങ്ങ് പറഞ്ഞതുപോലെ കർത്താവേ, ഇവർക്ക് ജ്ഞാനം നൽകണമേ, ബുദ്ധി നൽകണമേ, അറിവ് നൽകണമേ. കർത്താവേ, ജ്ഞാനം ഇവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മക്കളെ അങ്ങ് സഹായിക്കണമേ, ഇവരുടെ കണ്ണുനീരങ്ങ് തുടയ്ക്കണമേ. കർത്താവെ, തകർന്നുപോയ ഈ കുടുംബം വീണ്ടും ഒന്നിക്കുവാനായി ഞാനിതാ പ്രാർത്ഥിക്കുകയാണ്. ദുഃഖത്തോടെ കരഞ്ഞ് അങ്ങയോട് അപേക്ഷിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കടബാധ്യത തീരണം, സ്നേഹവും ഐക്യതയും കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറട്ടെ യേശുവേ. കുടുംബത്തിൽ ജ്ഞാനമുണ്ടാകാനുള്ള കൃപ ഈ മക്കൾക്ക് അങ്ങ് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അങ്ങനെ ചെയ്യുന്നതിനായി അങ്ങേക്ക് സ്തോത്രം. സ്വയം സമർപ്പിച്ച ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ട് കുടുംബത്തെ ഒന്നിപ്പിച്ച് കർത്താവിന് മഹത്വമുള്ള സാക്ഷിയായി, ഉണർവിൽ കർത്താവിനായി ഉപയോഗപ്പെടുന്ന കുടുംബമായി കർത്താവ് ഇവരെ മാറ്റുന്നതിനായി അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തുവിലൂടെ പ്രാർത്ഥിക്കുകയാണ് നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം ദൈവശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്. നാളെ ശനിയാഴ്ച സത്യം ടിവിയിലും ജീസസ് റിഡീംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി കാണുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.